ഹലോ, വെൽക്കം ടു വീണാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ചൂട പറ്റിച്ചതുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല നാടൻ സ്റ്റൈലിൽ ചൂട പറ്റിച്ചതാണ്. ചൂടയെന്നല്ലേ നിങ്ങളുടെ അവിടെയൊക്കെ പറയുന്നത്? ഞങ്ങളുടെ ഇവിടെ ചൂടയെന്നാണ്. ചിലയിടത്ത് നത്തോലി എന്നും പറയുന്നുണ്ട്. നത്തോലി ഒരു ചെറിയ മീനല്ല കേട്ടോ, അത് നല്ല ടേസ്റ്റുള്ള മീനാണ്. അടിപൊളിയായിട്ടാണ് പറ്റിച്ചേക്കുന്നത്. എന്നെ സ്മെല്ലാണെന്നറിയാമോ, അടിപൊളിയാണ്, ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ആണെങ്കിൽ ചൂട ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 5-6 പച്ചമുളക് ചതച്ചെടുക്കാൻ വേണ്ടിയാണ്, മിക്സിയിലിട്ട് ചതയ്ക്കാൻ വേണ്ടിയാണ്. പിന്നെ കുറച്ച് ഇഞ്ചി കഷ്ണവും കൂടെ. ഇഞ്ചി കുറച്ച് മതി, കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു സവാള ചെറുതായിട്ട് നുറുക്കിയത്. ഇത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ ഉരുളിയിലോട്ട് ചതച്ച് വെച്ച അരപ്പും പിന്നെ കുറച്ച് തേങ്ങ ചിരകിയതും പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 2 സ്പൂൺ ഉലുവപ്പൊടി ഇടുന്നുണ്ട്. 2 സ്പൂൺ ഉലുവപ്പൊടി ഇടണം, എന്നാലേ ടേസ്റ്റ് വരുത്തുള്ളേ. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, കാരണം മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പിടണം കേട്ടോ, ഉപ്പിട്ടില്ലെങ്കിൽ ശരിയാകത്തില്ല. പിന്നെ ഒരു 4-5 തോട്ടുപുളി എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ അവിടെ എന്താണ് പറയുന്നത്? കമൻ്റ് ഇടണേ. പിന്നെ അരമുറി തക്കാളി ഇട്ടാൽ മതി, തോട്ടുപുളി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പം പുളി ഒരുപാടാകാതിരിക്കാനാണ്. പിന്നെയാണെങ്കിൽ കറിവേപ്പിലയും കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ചൂടയും കൂടെ ഇട്ട് നല്ല രീതി കൈവച്ച് തന്നെ നല്ല രീതി ഇളക്കി കൊടുക്കണം കേട്ടോ. കൈവച്ച് ഇളക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ എല്ലായിടത്തും സ്പ്രെഡ് ആകാൻ വേണ്ടിയാണ്. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ കണ്ട നല്ല രീതിയിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഉരുളി ഒന്ന് കറക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഉരുളി ഒന്ന് കറക്കണം കേട്ടോ. പിന്നെ ഇനി എന്നാണ്, ഗ്യാസ് ഓൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ചിട്ട് വേവിക്കണം കേട്ടോ. ഒരു 15 മിനിറ്റ് അടച്ചിട്ട് വേവിക്കണം. ഇടയ്ക്കൊന്ന് നോക്കണം കേട്ടോ, കങ്ങുവോ ഇല്ലയോ എന്ന്. അങ്ങനെ ദേണ്ടേ സെറ്റായി വന്നിട്ടുണ്ട്. അടിപൊളി ചൂട പറ്റിച്ചത്, നല്ല നാടൻ സ്റ്റൈലിൽ ചൂട പറ്റിച്ചതാണ്. എന്നാ ടേസ്റ്റാണെന്നറിയാവോ, ഇത് മാത്രമായിട്ട് തിന്നാൻ തോന്നും. അടിപൊളി രുചിയാണ്. എന്നെ പെട്ടെന്നാണ് ഉണ്ടാക്കുന്നതെന്നറിയാവോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണേ.